നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം 6 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുൻപിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. ഇതോടെ പുറകിൽ വന്നിരുന്ന കാർ ടൂറിസ്റ്റ് ബസ്സിലിടിച്ചു. കാറിന് തൊട്ടുപിന്നാലെ എത്തിയ സ്വകാര്യ ബസ് കാറിലും ഇടിക്കുകയായിരുന്നു. 4 വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട 3 വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കരിക്കാട് ബൈക്കിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. കളത്തിൽ വളപ്പിൽ 51 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ അക്കിക്കാവ് പഴഞ്ഞി റോഡിലെ കരിക്കാട് സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ബൈക്ക് യാത്രികനായ കരിക്കാട് സ്വദേശി കല്ലായിൽ 19 വയസ്സുള്ള സൂരജിന് പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും കരിക്കാട് നന്മ ആംബുലൻസ് പ്രവർത്തകർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അപ്പുവിന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ശാന്തയാണ് അപ്പുവിന്റെ ഭാര്യ. ശരത്ത്, സൗമ്യ എന്നിവർ മക്കളാണ്. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അന്നംകുളങ്ങര പൂരത്തിനിടെ ആന അനുസരണക്കേട് കാട്ടിയത് പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച വൈകിട്ട് 7:15ഓടെയായിരുന്നു സംഭവം. കൊമ്പൻ പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് അനുസരണക്കേട് കാട്ടിയത്. കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനയെ കൊണ്ടുപോകുന്നതിനിടെയാണ് ആന അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. ഇതോടെ ഉത്സവപ്പറമ്പിലുണ്ടായിരുന്ന ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി. എന്നാൽ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ഇടപെട്ട് ആനയെ നിയന്ത്രിച്ചു. സമീപത്തെ പറമ്പിലേക്ക് മാറ്റി തളച്ചതിനാൽ നാശനഷ്ടങ്ങളോ ആർക്കോ പരിക്കുകളോ ഉണ്ടായില്ല. സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അനാവശ്യമായി നിയമസഭയിൽ പരാമർശിച്ച NK അക്ബർ MLA-യുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിലെ പരാമർശത്തിനെതിരെയാണ് നിവേദിത പ്രതികരിച്ചത്. പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസമുണ്ടാക്കിയതിന് സുരേഷ് ഗോപി മറുപടി നൽകണമെന്നായിരുന്നു MLA പറഞ്ഞത്. ഇത്രയും കാലം ഇടതുപക്ഷ മുന്നണി MP-മാരും MLA-മാരും ഈ വിഷയത്തിൽ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും നിവേദിത ചോദിച്ചു. കേരള സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഉണ്ടായ വീഴ്ചകളും കാലതാമസവും തർക്കങ്ങളുമായിരുന്നു പദ്ധതിക്ക് തടസ്സം. പദ്ധതി മരവിപ്പിക്കൽ നീങ്ങിയതിനാൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കണം. മറന്നുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുപോയതുകൊണ്ട് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ 2 വർഷം പോലും തികയാത്ത കേന്ദ്രമന്ത്രി എന്തു ചെയ്തു എന്ന ചോദ്യവുമായിട്ട് ഇടതുപക്ഷം വരുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മറ്റൊന്നും അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇതെല്ലാം ഡിലേ ചെയ്തത് എന്ന് അവരുടെ തലയിൽ പറഞ്ഞുകൊണ്ട് അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന സമ്പ്രദായം, അതിന്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇടതുപക്ഷത്തിന്റെ വികസന മുന്നേറ്റ ജാഥയിൽ ഹരിതകർമ്മസേനയെ കളങ്കിതമാക്കുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനാംഗങ്ങൾ യൂണിഫോമിലാണ് ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇത് സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര പദ്ധതികളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത്. ഇവർ കേരളത്തിന്റെ ശുചിത്വം ഉറപ്പാക്കുന്ന നിരവധിയായ രാഷ്ട്രീയ ഭേദം ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട സേനയാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ശിഥിലമായതുകൊണ്ട് ആളെ കിട്ടാനില്ല എന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തി എന്നതിന് തെളിവാണിതെന്നും BJP ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് MLA-യുടെയും അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷത്തിന്റെ ആളുകൾക്കും കോൺഗ്രസിന്റെയും ഒക്കെ ചിന്തയെങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കേരളത്തിന്റെ വികസനം ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്രമന്ത്രി ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി വരാൻ പോകുന്ന MLA ആരായിരുന്നാലും അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ വികസനം ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ വിരലറി പിടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. UDF-നോടും കോൺഗ്രസിനോടുമുള്ള വിരോധം BJP തീർത്തത് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണെന്ന് LDF പോലും അംഗീകരിക്കുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി O. അബ്ദുറഹ്മാൻകുട്ടി പറഞ്ഞു. UDF-ന്റെ പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗവും കുന്നംകുളം നിയോജക മണ്ഡലം കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കുന്നംകുളം ഇട്ടിമാണി ഹാളിൽ നടന്ന കൺവെൻഷനിൽ കുന്നംകുളം മണ്ഡലം UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, CMP അസിസ്റ്റന്റ് സെക്രട്ടറി PRN നമ്പീശൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വീകരണ യോഗം സംഘാടക സമിതി ചെയർമാനായി ജോസഫ് ചാലിശ്ശേരി, വർക്കിംഗ് ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CB രാജീവ്, ട്രഷറർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, വൈസ് ചെയർമാൻമാരായി KC മൊയ്തുട്ടി, സുരേഷ് മമ്പറമ്പിൽ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനായി മഹേഷ് തിപ്പലശ്ശേരി എന്നിവരടങ്ങുന്ന 201 അംഗ സ്വാഗത സംഘ കമ്മിറ്റിയെയും രൂപീകരിച്ചു. കാരണം രണ്ടാം പ്രാവശ്യം CPM-ഉം LDF-ഉം വീണ്ടും അധികാരത്തിൽ വരില്ലെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. CPM-നും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവർ അധികാരത്തിൽ വന്നത് അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, കോൺഗ്രസിനോടും UDF-നോടുള്ള വിരോധം കൊണ്ട് BJP CPM-ന് വോട്ട് ചെയ്തത് കൊണ്ടാണ് അപ്രതീക്ഷിതമായി ഞങ്ങൾ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നത് എന്ന് CPM തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മുമ്പ് നടന്ന ആ അന്തർധാര വീണ്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവും മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന EP കമറുദ്ദീൻ സാഹിബ് നന്മയുടെ പ്രതീകമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ലിവ ടവറിൽ സംഘടിപ്പിച്ച EP കമറുദ്ദീൻ സാഹിബ് അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. EP കമറുദ്ദീൻ സാഹിബിന്റെ പേരിൽ ബൈത്തുർഹ്മ പ്രഖ്യാപനവും ഉണ്ടായി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, കുന്നംകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജയപ്രകാശ്, മുൻ കൌൺസിലർ ഉല്ലാസ്, ടൗൺ ഖത്തീബ് നിസാർ വാഫി എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുട്ടി സാഹിബ് അധ്യക്ഷനായി. UDF ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാർ, ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് അൻവർ കുന്നംകുളം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ വ്യാഴാഴ്ച നടന്ന ജില്ലാ മിനി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്വർണം വെള്ളി മെഡൽ കരസ്ഥമാക്കി. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഹൈജമ്പിൽ PR അൻഷിക 1ാം സ്ഥാനവും ഷോട്ട്പുട്ട് മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടി. പെരുമണ്ണൂർ രാജ്കുമാർ മേഘ ദമ്പതികളുടെ മകളാണ്. അതേ വിഭാഗത്തിലെ ആൺകുട്ടികളുടെ ഹൈജമ്പിൽ PS ആദിനാഥ് 1ാം സ്ഥാനം നേടി. കോക്കൂർ പാണംപടി സുജിത് രശ്മി ദമ്പതികളുടെ മകനാണ്. ഇരുവരും സ്വർണ്ണ മെഡൽ നേടി. 10 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഹൈജമ്പിൽ S നിരഞ്ജൻ 2ാം സ്ഥാനത്തോടെ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പെരുമണ്ണൂർ ഷൈജു രഞ്ജിത ദമ്പതികളുടെ മകനാണ്. ഇക്കഴിഞ്ഞ തൃത്താല സബ് ജില്ലാ സ്പോർട്സിൽ അൻഷിക ആദിനാഥ് എന്നിവർ 1ാം സ്ഥാനം നേടിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് കായിക അധ്യാപിക ഷക്കീല മുഹമ്മദ്, ജിബിൻ, കോച്ച് ഉണ്ണികൃഷ്ണൻ എന്നിവർ മികച്ച പരിശീലനമാണ് നൽകിയത്. വിദ്യാർത്ഥികളുടെ നേട്ടത്തിൽ സ്കൂൾ PTA, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ അഭിനന്ദനം അറിയിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 110ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. ഓണപരീക്ഷാ കാലഘട്ടത്തിൽ പോലും പാഠപുസ്തകം നൽകാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുരളി പെരുന്നലി പറഞ്ഞു. എന്നാൽ ഇന്ന് സർക്കാർ വിദ്യാലയങ്ങൾ ഏറെ മെച്ചപ്പെട്ടുവെന്നും സ്കൂൾ തുറക്കും മുൻപ് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങളിലും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, 36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക PB സജിത ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു.
ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. LSS പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് VK ശ്രീരാമൻ ഉപഹാരം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സച്ചിൻ പ്രകാശ്, ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗം ഷെയ്സ്ന ജിംഷാദ്, PTA പ്രസിഡന്റ് KV വിജീഷ്, MPTA പ്രസിഡന്റ് PA ഹസീന, സ്കൂൾ ലീഡർ ദ്യുതി S നായർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PB സജിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് അംഗങ്ങളും PTA ഭാരവാഹികളും സജിത ടീച്ചർക്ക് ഉപഹാര സമർപ്പണം നടത്തി. ചൊവ്വന്നൂർ BRC പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് സമ്മാനദാനം നിർവഹിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാട്ടുകാമ്പാൽ പെരുന്തുരുത്തിയിൽ CPM നടത്തിവരുന്ന തുടർച്ചയായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് BJP പെരുന്തുരുത്തി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ശിവരാത്രി ആഘോഷങ്ങൾ ആസൂത്രിതമായി അലങ്കോലമാക്കാനുള്ള ജിഹാദി ശ്രമങ്ങൾക്ക് CPM ഒത്താശ ചെയ്യുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ ആരോപിച്ചു. അക്രമങ്ങളിൽ നിന്നും CPM പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യോഗത്തിന് ശേഷം അമ്മമാർ കുന്നംകുളം പോലീസ് SHOയെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആശങ്ക ബോധ്യപ്പെടുത്തി. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN സുനീഷ്, മണ്ഡലം ഭാരവാഹികളായ ഷാജി ചക്കിത്തറ, ശ്രീജിത്ത് ആവേൻ, മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ ജൂബിലി തിരുനാൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷനായി. തീർത്ഥകേന്ദ്രം നടത്തു കൈക്കാരൻ ജെയ്സൺ വടക്കൂട്ട്, CV സേവ്യർ, ലെസ്ലി ജോസഫ്, NJ ലിയോ, VS സെബി, സേവ്യർ അറക്കൽ, AJ ജോയി, VL ഷാജി, ജസ്റ്റിൻ ജോസ് എന്നിവർ സംസാരിച്ചു. തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ആഘോഷിക്കും. ജൂബിലി തിരുനാൾ നവീകരിച്ച പള്ളിയിലാണ് ആഘോഷിക്കുക. ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയുടെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് UDF ഗുരുവായൂർ നിയോജക മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിച്ചു. ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന രൂപീകരണ യോഗം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KD വീരമണി, TS അജിത്, AM അലാവുദ്ദീൻ, ഹാറൂൺ റഷീദ്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 18-ന് ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം ഫെബ്രുവരി 8 ഞായറാഴ്ച നടക്കും. കുന്നംകുളം നടുപ്പന്തി തെക്കേക്കര കല്യാണ മണ്ഡപത്തിൽ വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ് ഗാന ശുശ്രൂഷ. പ്രാർത്ഥനാ യോഗത്തിന് വരുന്നവർക്ക് വാഹന സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിക്കും വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂറിനും മർച്ചന്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി. ഓഫീസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് സ്വീകരണം നടത്തിയത്. യൂണിറ്റ് പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ മൊമെന്റോ നൽകി ആദരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MV ജോസ്, ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ, സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. പഴഞ്ഞി EK നായനാർ റോഡ് അയ്യൻകുളങ്ങര ചുമ്മാർ മകൻ ഡാനിയൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരി ഭാര്യയും റെയ്മി, റിൻസി, റിൻസൺ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.